Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ടൈറ്റനായി മാറിയ ലോർഡ് റൈസ് അതാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കമാൻഡർ എർവിൻ സ്മിത്ത് ആണെങ്കിൽ തീർത്ത് പറയും സിറ്റിയിലുള്ള ജനങ്ങളെ നമ്മൾ ഒഴിപ്പിക്കുന്നില്ല. അത് കേട്ട് മിലിറ്ററി പോലീസുകാരനാണെങ്കിൽ എർവിൻ സ്മിത്തിനോട് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ? പറഞ്ഞത് ഇവിടേക്ക് വരാൻ പോകുന്നത് അബ്നോർമൽ ടൈറ്റൻ ആണെന്നല്ലേ? അത് ഇവിടേക്ക് വന്ന വലിയ കുഴപ്പമുണ്ടാവും. അബ്നോർമൽ ടൈറ്റൻ എന്ന് വെച്ചാൽ എന്താ? അത് കേട്ട് ഹാഞ്ചി പറയും, ഒരുപാട് ജനങ്ങളുള്ള സ്ഥലത്തേക്ക് ആകർഷിച്ചു വരുന്ന ടൈറ്റൻസിനെയാണ് അബ്നോർമൽ ടൈറ്റൻ എന്ന് പറയുക. ചുറ്റുമുണ്ടായിരുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അതെല്ലാം ഇഗ്നോർ ചെയ്താണ് അത് ഈ വലിയ പട്ടണം ലക്ഷ്യമാക്കി ഇവിടേക്ക് വരുന്നത്. വാൾ സീനയിലേക്ക് ഇവിടെയുള്ള ജനങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ അത് വാൾ സീന ലക്ഷ്യമാക്കി വന്ന് ആ ഒരു വലിയ മതിൽ തകർത്ത് ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളെ മാറ്റാത്തത്. മാത്രമല്ല, ഞങ്ങൾ എർവിന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ തടയാനായിട്ട് ശ്രമിച്ചു, പക്ഷേ റൈസ് അവനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇപ്പൊ വേറെ വഴിയില്ല. ബോർവുഡ് നഗരത്തെ ഒരു ഇരയെ പോലെ അവന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സോ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. എങ്കിലും പൂർണ്ണമായിട്ട് അവനെ തകർക്കാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല. ഉടനെ മിലിറ്ററി പോലീസുകാരനാണെങ്കിൽ തലതാഴ്ത്തും. ടൈറ്റനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ജനങ്ങൾക്ക് മറ്റൊരു സേഫായ സ്ഥലത്തേക്ക് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് കമാൻഡർ എർവിൻ സ്മിത്ത് പറയും, തൽക്കാലം വഴിയൊന്നുമില്ല, ഇത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. മാത്രമല്ല, ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ടൈറ്റനാണ് ലോർഡ് റൈസ്. എന്തായാലും ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ മിലിറ്ററി ഓഫീസേഴ്സും അതുപോലെ തന്നെ സർവേ കോപ്സും ജനങ്ങളോട് പറയും, വലിയൊരു ടൈറ്റന്റെ രൂപത്തെ ഉപയോഗിച്ച് ഞങ്ങൾക്കൊരു ട്രെയിനിങ് തരാൻ പോവാണ്. എങ്ങനെ ടൈറ്റനെ പ്രതിരോധിക്കണം എന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ജനങ്ങൾക്കാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവില്ല. അതേസമയം റൈസിന്റെ ആ വലിയ ടൈറ്റൻ രൂപം അത് ആ മതിലിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഒരു ടൈറ്റനെ കാണേണ്ട താമസം. മതിലിന് മുകളിലുണ്ടായിരുന്ന സർവേ കോപ്സ് ആണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ പീരങ്കികൾ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതൊരു വലിയ ടൈറ്റൻ ആയതുകൊണ്ട് തന്നെ പീരങ്കികളുടെ ബുള്ളറ്റ് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമായിരിക്കും ആ ടൈറ്റന് കൊടുക്കുക. ദൂരത്തായിട്ട് കമാൻഡർ എർവിൻ സ്മിത്തും ടീമും അവരാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അതിനെ നോക്കി നിൽക്കും. മതിലിന് താഴെയുള്ള ആത്മവിശ്വാസം കൈവിടാതെ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ക്യാപ്റ്റനാണെങ്കിൽ ടെൻഷൻ കൂടി വരും. സത്യത്തിൽ നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ പിഴച്ചു പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നും. ഇത് 6 മിനിറ്റ് തട്ടിക്കൂട്ടിയ ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ വിധത്തിലുള്ള പോരായ്മകളും ഇതിനുണ്ട്. മുകളിൽ നിൽക്കുന്ന ആ ഒരു സോൾജിയേഴ്സിന്റെ പീരങ്കികൾ പോലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിലും കഷ്ടമാണ് താഴെയുള്ളവരുടെ കാര്യം. മാത്രമല്ല, അവർ പ്രോപ്പറായിട്ട് ഇതുവരെ ഫൈറ്റ് പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്കും എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് എർവിൻ സ്മിത്ത് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അതേസമയം കണ്ണാടി പെണ്ണാണെങ്കിൽ വലിയ വലിയ സ്ഫോടക വസ്തുക്കളൊക്കെ ആയിട്ട് അവിടേക്ക് കടന്നു വരും. പെണ്ണാണെങ്കിൽ 3D ഗിയർ മാനുവലിന്റെ രൂപത്തിൽ 2 മാനുവൽ ഉപയോഗിച്ച് ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് എർണും മിക്കാസും എല്ലാവരും ചേർന്ന് ഒരു നെറ്റിൽ ഒരുപാട് ബാരലുകൾ അടുക്കി ഇതെന്തൊക്കെയോ ചില ആയുധങ്ങൾ തയ്യാറാക്കാനായിട്ട് ആരംഭിക്കും. കമാൻഡർ എർവിൻ ആണെങ്കിൽ ഇപ്പോൾ ഹിസ്റ്റോറിയുടെ അടുത്തേക്ക് വരും. ലീവായി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയില്ലേ? ഈ ഒരു വലിയ യുദ്ധത്തിന് ശേഷം നീയാണ് ഇവിടം ഭരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നീ അല്പം പുറകിലേക്ക് മാറി നിൽക്കണം. ഈ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല. അതിനവള് പറയും, എന്റെ ഈ പേരുകൊണ്ട് മാത്രം എനിക്കതാവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ട് എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഷോക്കാവും. നിന്റെ കയ്യിൽ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത് എറിനാണെങ്കിൽ ഒരുപാട് സാഡായിട്ട് നിൽക്കുകയാണ്. ഞാൻ കരുതിയത് ഹിസ്റ്റോറിയാണ് എന്നെ കഴിഞ്ഞും ഒരുപാട് വീക്കെന്ന്. പക്ഷെ അല്ല, ഞാനാണ് ഏറ്റവും വീക്കായിട്ടുള്ള ആള്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തത് ടൈറ്റൻസിനെയാണ്. അതിനുശേഷം ഞാൻ തന്നെ ഒരു ടൈറ്റനായി മാറി. അതെന്റെ പവറാണെന്ന് വിശ്വസിച്ച് ഞാൻ അതിൽ നിലനിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതെന്റെ പവർ അല്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നെപ്പോലെ ഒരു ദുർബലന് അങ്ങനെ ചിന്തിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ എന്റെ ഹാർണിംഗ് പവർ അതുപയോഗിച്ച് ഈ മതിലിലെ ദ്വാരം അടയ്ക്കുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാനിത് ചെയ്തതുകൊണ്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലോർഡ് റൈസിന്റെ പവർ വളരെ വലുതാണ്. ആൾ ഈസി ആയിട്ട് ഈ മതിൽ തകർക്കും. ഇവിടെയുള്ള ജനങ്ങൾ അവർ ശരിക്കും പാവങ്ങളാണ്. അവരിപ്പോൾ എന്നെ വിശ്വസിച്ച് ജീവൻ സംരക്ഷിക്കപ്പെടും എന്ന് തെറ്റിദ്ധരിച്ചാണ് നിൽക്കുന്നത്. ആർമിനാണെങ്കിൽ താഴെ നിൽക്കുന്ന കുട്ടികളെ ചൂണ്ടിക്കാണിച്ച് എറിനോട് അവരെ കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ചോദിക്കും. അതിനെറും പറയും, അതെ, വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇതുപോലെ പകച്ചു നിന്നിരുന്നു. ഇതുമായി ഒരു ടൈറ്റിനെ കട്ടപ്പോ. പക്ഷേ ഇവർക്ക് ഇന്ന് അല്പം പേടിക്കാനില്ല. കാരണം ഇന്ന് നമ്മൾ സോൾജിയേഴ്സ് ആണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കാസയാണെങ്കിൽ സഹായത്തിനായി ഇപ്പൊ എറിനെ വിളിക്കും. അടുത്ത നിമിഷം അവൻ കൈ ചുരുട്ടി അവന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. എറിൻ, നീ എന്തായി ചെയ്യണേ? ട്രാൻസ്ഫർമേഷൻ ചെയ്യാനായിട്ടില്ല. അതിനവൻ പറയും, ഞാൻ അതിനുവേണ്ടിയല്ല എന്നെ പരിക്കേൽപ്പിച്ചത്. ഒന്നിനും കൊള്ളാത്ത എന്നെ ഞാൻ തന്നെ പണിഷ് ചെയ്തതാണ്. ഒന്നിനും കൊള്ളാത്ത ഞാൻ അത് മരിച്ചിട്ടുണ്ടാവുമെന്ന് പറയും. അത് കേട്ട് അവർ ഞെട്ടുകയാണ്.
കട്ട് ചെയ്ത് അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം റിവീൽ ചെയ്യുന്നത്. ആ ഒരു നീഡിലുണ്ടായിരുന്ന കിട് അതാണ് ലോർഡ് റൈസിനെ ഇപ്രകാരമാക്കി മാറ്റിയത്. ഒരു കൊളോസ്റ്റിയൽ ടൈറ്റനെ കഴിഞ്ഞും വലിയ രൂപത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ മാറി. അതിന്റെ ശരീരഭാരം കാരണം അതിനെക്കൊണ്ട് സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ അത് ആ മതിലിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എല്ലാ സോൾജിയേഴ്സും അറഞ്ചം പുറഞ്ചും അതിനെ ഷൂട്ട് ചെയ്യും. ടൈറ്റനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ചൂടുള്ള ഒരു ദ്രാവകവും വാതകവും അവിടെ സ്പ്രെഡ് ചെയ്യുകയാണ്. അതിൽ പെട്ടുപോയ സർവേ കോപ്സിനാണെങ്കിൽ അതിന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അതിനെ അറ്റാക്ക് ചെയ്യാനും അവരെ കൊണ്ടാവുന്നില്ല. എന്നാണെങ്കിൽ അതിന്റെ ബോഡി വെയിറ്റ് താങ്ങാൻ കഴിയാതെ ഇപ്പൊ ആ ഒരു മതിലിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കണ്ട ആ 3 കുട്ടികൾ അവർ ഷോക്കാവും. സിഗാഷ്നയിൽ സംഭവിച്ച ആ ഒരു സീൻ ആണ് നമുക്കിപ്പോൾ ഓർമ്മ വരിക. അത് ഒരുപാട് നേരം നിരങ്ങി നീങ്ങി വന്നതുകൊണ്ട് തന്നെ അതിന്റെ മുൻഭാഗം മുഴുവനായിട്ടും ഒരഞ്ഞു തേഞ്ഞ് തീർന്നു പോയിരിക്കുകയാണ്. ഇന്റേണൽ ഓർഗൻസ് എല്ലാം തന്നെ ഇപ്പൊ പുറത്തേക്ക് പൊട്ടി ഒലിച്ച് താഴേക്ക് വീഴും. ഞങ്ങളെല്ലാവരും ആ ഒരു ടൈറ്റിനെ കണ്ട് ഭയന്ന് നാനാഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മിലിറ്ററി പോലീസ് ക്യാപ്റ്റൻ ആണെങ്കിൽ പേടിച്ചുകൊണ്ട് പറയും, ആ ഒരു ടൈറ്റൻ അതകത്തേക്ക് വരും, ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ ഒരു നഗരം അത് നശിപ്പിക്കും. ആണെങ്കിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും, നിങ്ങൾ മാറി നിൽക്കൂ, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അതിനെ ഞങ്ങൾ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. സോൾജിയേഴ്സ് എല്ലാവരും തണുത്ത വെള്ളം ദേഹത്തിലൂടെ ഒഴിച്ച് ആ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലീവായി ആണെങ്കിൽ എറിനോട് ചോദിക്കും, എറിൻ നീ തയ്യാറല്ലേ? അതിന് എറിനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ആർമിനോട് പറയും, അന്നത്തെ പോലെയല്ല, നമ്മുടെ കയ്യിൽ അവറ്റകളെ പ്രിവെന്റ് ചെയ്യാൻ ഒരു വെപ്പൺ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഒരു ടൈറ്റനായി മാറുകയാണ്. അടുത്ത നിമിഷം അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു സിഗ്നൽ അത് എർവിൻ സ്മിത്ത് കൊടുക്കും. നിമിഷം അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അവരുടെ ആയുധം അതങ്ങനെ തെറിച്ചുപോയി ഇപ്പോൾ അതിന്റെ കയ്യിൽ തുളച്ചു കയറി പൊട്ടിത്തെറിക്കും. കൈകൾ തകർന്ന് അത് താഴേക്ക് വീഴാൻ ശ്രമിക്കുമ്പോൾ ടൈറ്റനായി മാറി നമ്മുടെ എറിൻ ആ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് പോലുള്ള അവരുടെ വെപ്പൺ അതുമായിട്ട് മുൻപോട്ടേക്ക് ഓടും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അവരുടെ പ്ലാൻ എന്താണെന്ന് കാണിച്ചു തരും. ആ ഒരു ടൈറ്റൻ അത് തകർന്ന് താഴെ വീഴുമ്പോൾ എറിൻ അവൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയ ആ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് അത് അതിന്റെ അണ്ണാക്കിലൂടെ അകത്തേക്ക് കയറ്റി വിടണം. അത് വയറ്റിനുള്ളിൽ ചെന്നാൽ ഉടൻ തന്നെ പൊട്ടിത്തെറിച്ച് നശിച്ചു പോകണം. ഉടനെ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഇതുകൊണ്ട് മാത്രം അതിന്റെ നോബ് തകരുമോ? അതിന്റെ അത് തുറന്നു കിട്ടിയാൽ മാത്രമല്ലേ അതിനുള്ളിലേക്ക് ഇടാൻ കഴിയൂ. അതിന് കമാൻഡർ എർവിൻ സ്മിത്ത് പറയും, ഓൾറെഡി അത് മണ്ണിലൂടെ നിരങ്ങിയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ തുറന്നിട്ടുണ്ടാവും, അതിലൂടെ ഇത് അകത്തേക്കിടാൻ എളുപ്പമാണെന്ന് പറയും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അകത്തേക്ക് ആ ഒരു ബാരൽ ഗിഫ്റ്റ് ബോക്സ് ഇടേണ്ട താമസം അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ബോഡി പാർട്സ് ആണെങ്കിൽ ചിന്ന ഭിന്നമായി ഓരോ ഭാഗത്തേക്ക് പൊട്ടിത്തെറിക്കുകയാണ്. കമാൻഡർ എർവിൻ സ്മിത്ത് ആണെങ്കിൽ വിളിച്ചു പറയും, ഇതാണ് പറ്റിയ അവസരം, എത്രയും വേഗം അതിന്റെ ബോഡി തകർത്തില്ലാതാക്കണം, ആ നോബ് വെട്ടി കഷ്ണങ്ങളാക്കണം. എത്രത്തോളം വലുതാണെങ്കിലും അതിന്റെ നോബ് ഭാഗം 1 മീറ്റർ നീളം മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയും. ഉടനെ കോണിയും ജിന്നും അവരെല്ലാവരും വളരെയധികം ആവേശത്തോടു കൂടെ അതിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് വെട്ടിയെറിയും. ജിന്നാണെങ്കിൽ ദൂരത്തായിട്ട് ഇപ്പൊ ഹിസ്റ്റോറിയെ കാണും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഹിസ്റ്റോറിയോട് പറയും, നീയാണ് ഇനി ഈ നാടിന്റെ രാജകുമാരൻ, അതുകൊണ്ട് നീ ഈ ഫൈറ്റിലേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. അതിന് അവൾ പറയും, ഓൾറെഡി ഞാനത് സെറ്റ് ചെയ്ത് വെച്ചതാണ്, എനിക്കത് ചെയ്തേ പറ്റൂ. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ പാരൻസിനെതിരായിട്ട് ഒരു യുദ്ധം നടത്താൻ പോകുന്നത്, ഇതെനിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ ടൈറ്റിന്റെ ഒരു വലിയ ഭാഗം വെട്ടിയെറിയാണ്. അതിലായിരുന്നു ആ ലോർഡ് റൈസിന്റെ റിയൽ ബോഡി ഉണ്ടായിരുന്നത്. അത് അവൾ ആഞ്ഞു വെട്ടു. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കാത്തത്? നമുക്കിതെല്ലാം അവസാനിപ്പിക്കാം. എനിക്കൊന്നും സംഭവിക്കില്ല ചേട്ടാ, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇത് ഞാൻ ഏറ്റുവച്ച ഒരു കാരണവശാലും ആദ്യത്തെ രാജാവിന്റെ ആജ്ഞയ്ക്ക് ഞാൻ കീഴടങ്ങില്ല. ഇതാ പ്രസന്റ് കാണിക്കും. ഹിസ്റ്റോറി ആണെങ്കിൽ ആ വലിയ പീസ് തകർത്ത് താഴേക്ക് അങ്ങനെ അടിച്ച് വീഴുകയാണ്. ഒരുപാട് ജനങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട്. അവൾ പതിയെ എഴുന്നേറ്റ് നിൽക്കും. സത്യത്തിൽ ഞാനിതെല്ലാം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? ഞാൻ തന്നെ ഫോഴ്സ് ചെയ്താണോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ എഴുന്നേറ്റ് ആ ജനങ്ങൾക്ക് മുൻപിൽ അഭിമുഖമായിട്ട് നിൽക്കും. ഞാൻ ഹിസ്റ്റോറിയ റൈസ്, ഈ മതിലുകളുടെ ശരിക്കുള്ള മുതലാളി അല്ലെങ്കിൽ ഓണർ, അത് ഞാനാണെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ലോർഡ് റൈസിന്റെ ആ ഒരു ചാപ്പല് കാണിക്കും. ചാപ്പലാണെങ്കിൽ ഏകദേശം പൂർണ്ണമായിട്ടും തകർന്ന് താഴെ വീണിരിക്കുകയാണ്. ആ ചാപ്പലിന്റെ ഇടയിലൂടെ ഒരുപാട് പരിക്കുകൾ പറ്റിയ ആരോ ഒരാൾ പുറത്തേക്ക് പതിയെ നടന്നു വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ റിപ്പർ കെനി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോൾ മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കും. അവന് എന്തു ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്തായിരിക്കും ലീവായും ഒരു സോൾജിയറും അവന്റെ അടുത്തേക്ക് വരും. ആണെങ്കിൽ ഹായ് ആയിട്ട് അവനോട് ചോദിക്കും, ഓ, ഈ ചാപ്പലിന്റെ ഉള്ളിൽ നിന്ന് നീ മാത്രമാണല്ലേ രക്ഷപ്പെട്ടു വന്നത്? പക്ഷെ നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ നീ പകുതി മരിച്ച അവസ്ഥയിലാണ്. എത്രയും വേഗം രക്തം വാർന്നൊലിച്ച് മരണപ്പെടുന്നു പറയും. അത് കേട്ട് ഇപ്പൊ കെനിയാണെങ്കിൽ പതിയെ ഒരു ബോക്സ് പുറത്തേക്കെടുക്കും. ഞാൻ മരിച്ചു പോകുമെന്ന് നിനക്ക് തോന്നുന്നോ ചോദിച്ച് അവനത് തുറക്കും. അത് മറ്റൊന്നുമല്ല, ടൈറ്റനായി മാറാനുള്ള ഒരു ഇഞ്ചക്ഷൻ. അത് കണ്ട് ക്യാപ്റ്റൻ ലീവായും അസിസ്റ്റന്റും അവർ രണ്ടുപേരും ഷോക്കാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.